മണമേറും പൊന്നിലും ഒളിച്ചിന്നും തേനിലും മധുരമേ നിൻ വചനം. പൂവിലും മണമേറും പൊന്നിലും ഒളിച്ചിന്നും തേനിലും മധുരമേ നിൻ വചനം. രാവിലും പകലിലും ജീവനായി ഭാവിച്ചുമൽ, രാവിലും പകലിലും ജീവനായി ഭാവിച്ചുമൽ. ഭാവിയാനുഗ്രഹം ഏകണമേ. വാഞ്ചിതമാരുളിടും മാനവർക്കദീവ നീ വന്നിടുക, വരം തന്നിടുക. വാഞ്ചിതമാരുളിടും മാനവർക്കദീവ നീ വന്നിടുക, വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. വാഞ്ചിതമാരുളിടും മാനവർക്കദീവ നീ വന്നിടുക, വരം തന്നിടുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മാതൃസഭയുടെ ശുശ്രൂഷകൻ ആദരണീയനായ അലക്സ് പാസ്റ്റർ, ബഹുമാന്യനായ ശോമേൽ പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജയ് കോശി, സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുല്യവാനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഈ ധരണത്തിൽ അരുളുകയാണ്. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട്. ആ ഭാഗം വളരെ ശ്രദ്ധിക്കണം. മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന് അവൻ അരുളി ചെയ്തു. സൃഷ്ടാവ് സൃഷ്ടിയോട് പറഞ്ഞ ഒരു വാക്കാണ്. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു പദമാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ എത്ര പേർക്ക് ദൈവഭയമുണ്ട്? അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. 12-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം, സർവശക്തനായ ദൈവം അബ്രഹാമിനോട് ഇടപെട്ട ആദ്യത്തെ സംഭാഷണം. ദൈവം പറഞ്ഞ മാത്രയിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് വിധേയപ്പെട്ട അബ്രഹാം ദൈവം എന്തു പറഞ്ഞു അതിനുവേണ്ടി താൻ തയ്യാറായി. 12, 13, 14, 15-ാമത്തെ അധ്യായത്തിൽ വീണ്ടും അബ്രഹാം ദർശനത്തിലെ എൻ്റെ കർത്താവിനെ കാണുന്നു. ശേഷം അബ്രഹാം ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് വ്യക്തമായ മറുപടി ദൈവം പറയുന്നുമുണ്ട്. 17-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ വ്യക്തമായി വീണ്ടും സർവശക്തനായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. 18-ാമത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നുണ്ട്. നമ്മളെപ്പോലല്ല, ദൈവവും നമ്മുടെ പാസ്റ്റർ നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഇടപാട്. ആ തിരുവചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സ്വപ്നം കണ്ടു, എന്നോടിങ്ങനെ സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാം ആയിരുന്ന കാലം മുതൽ ദൈവം ഒരു സ്നേഹിതനോട് ഇടപെടുന്നത് പോലെ തന്നെ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടുകൊണ്ടേയിരുന്നു. അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നിടത്തൊക്കെയും അബ്രഹാം ദൈവം എന്തു പറഞ്ഞാലും അപ്രകാരം തന്നെ അത് ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 2026 അനുഗ്രഹിക്കപ്പെട്ട ദൂത ഇത് കേട്ടോ. 2026 പുതുവർഷത്തിന്റെ ആദ്യ മാസം എൻ്റെ മാതൃസഭയിൽ എൻ്റെ ബഹുമാന്യ കർത്തൃദാസനോട്, എൻ്റെ പിതാക്കന്മാരോട്, മാതാക്കളോട് ചേർന്ന് എൻ്റെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 22ാമത്തെ അധ്യായത്തില് ആ അധ്യായം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന്റെ 1 മുതൽ വായിക്കേണ്ട, 3ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ. അബ്രഹാം അധികാരത്തെഴുന്നേക്കാനുള്ളതിന്റെ കാരണം 1ാമത്തെ വാക്യം. അതിനുശേഷം സർവശക്തനായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അപ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട്. ദൈവം സ്നേഹിക്കുന്ന അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ഇവിടെയും ഒരു പരീക്ഷണമാണ്. പക്ഷേ അത് അബ്രഹാമിന് അറിയത്തില്ല, എന്റെ ദൈവത്തിനറിയാം. താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്റെ ദൈവത്തിനറിയാം. പരീക്ഷിച്ചത് എന്തെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് 1ാമത്തെ വാക്യം പറഞ്ഞു, നമ്മള് ദൈവം വിളിച്ചാൽ ഇത്ര തിടുക്കത്തോടെ മറുപടി പറയുമോ? നമ്മളും അബ്രഹാമും ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണക്ഷൻ. വിളി കേട്ട മാത്രയിൽ അബ്രഹാം പറയുന്നത് അടിയനിതാ എന്ന് അവൻ പറഞ്ഞു. എന്നിട്ടോ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. മകനെ, ഏകജാതനായ മകനെ, യോസെഫിനെ, ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോയി യാഗം കഴിക്കണമെന്നൊക്കെയാ പറയുന്നത്. വളരെ കൃത്യമായി, വളരെ കണക്കോട്, ഉത്തരവാദിത്വ ബോധത്തോടെ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് അബ്രഹാം ഒരു കാരണവശാലും വള്ളിപുള്ളി തെറ്റാതെ താൻ അനുസരിപ്പാൻ ഇടയായിത്തു. അധികാലത്തെഴുന്നേറ്റു. നമ്മുടെ സഭായോഗങ്ങൾക്ക് നമ്മൾ എത്രമാത്രം ഊർജ്ജസ്വലതയോടെ കടന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അധികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ഇതൊരു യാഗത്തിനുള്ള പുറപ്പാടാണ്. യാഗം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാനാണ്. ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയ്ക്ക് നമ്മൾ വന്നതെന്തിനാണ്? പാസ്റ്ററെ കാണാനാണോ? അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗം കേൾക്കാനാണോ? അല്ല. നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മളിൽ നിന്ന് എന്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും? എന്നിൽ എന്റെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്റെ സ്തോത്രത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്റെ സ്തുതിയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അബ്രഹാം ദൈവം പറഞ്ഞതും പ്രകാരം വിറകും തന്റെ മകനുമായി യാഗത്തിനായി പുറപ്പെടുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വത്സല ദൈവമക്കളെ, ഈ വിശുദ്ധ ആരാധനയിൽ ഇവിടെ കടന്നു വന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. കടന്നുപോയി വായിക്കാം. ഇനി അതിന്റെ 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും അബ്രഹാം എടുത്തു. ഇരുവരും ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. ഇതൊരു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാവർക്കും മറ്റും ഇഷ്ടപ്പെടുന്ന ഒരു ദൂതാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അബ്രഹാമും ദൈവം പറഞ്ഞതാ ചെയ്തത്. അബ്രഹാമിന് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. ഏതാണ്ട് ദീർഘവർഷം കാത്തിരുന്നത് തനിക്ക് ഓമനിക്കാൻ പോലും ഒക്കാത്ത ഒരു കുഞ്ഞിനെ ഓമനിച്ച് തൃപ്തി തീർന്നില്ല. അതിനു മുമ്പേ യാഗം കഴിക്കണമെന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ഇഷ്ടപ്പെടുമോ? അതാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. നീ സ്നേഹിക്കുന്ന ഏകജാതൻ ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗം കഴിക്കണം. അബ്രഹാം ഇതുവരെ തന്റെ മകനെ കണ്ട് തൃപ്തി തീർന്നില്ല. അവനെ കളിപ്പിച്ച് കൊതി തീർന്നില്ല. അവന് ഭക്ഷണം കൊടുത്ത് ആ തൃപ്തി വന്നിട്ടില്ല. നമ്മളെ കുറിച്ചും ദൈവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ അവർ പോയത്? എന്തോ
6-ാമത്തെ വാക്യം ഉറക്കപ്പറ. ഇരുവരും ഒരുമിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവൻ 1 കിലോമീറ്റർ മുമ്പും വേറൊരുവൻ പുറകെ 1/2 കിലോമീറ്റർ പുറകെയാണോ യാഗത്തിന് പോയത്? ഒന്നിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് പായിട്ടാൽ ഒന്നിച്ചാ പായിലിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? 2025 ഒരു വിധത്തിൽ പോയി ഭാഷേ. വലിയ അനുഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു, വലിയ വിടുതലുകളൊന്നും ഇല്ലായിരുന്നു. 2024 എങ്ങനെയോ അതുപോലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകാം. 26 തന്ന അതുപോലൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. യാഗം കഴിക്കേണ്ട തന്റെ സ്വന്തം മകനുമായി ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴും തന്റെ മകന്റെ തന്നോട് ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്. ഇരുവരും ഒന്നിച്ച് യാത്ര പോയി. ഒന്നിച്ച് ഒരു കുടുംബത്തിൽപ്പെട്ടവരോടായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ളത്, ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കിട്ടാൽ അതിൽ ഒന്നിച്ചിരിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? പെന്തിക്കോസുകാരനാ, വർഷത്തിന്റെ പഴക്കം പാരമ്പര്യം പറയാനുണ്ട്. അനുഗ്രഹമില്ല എങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചോ, ഒരു യാഗപീഠം പണിത് നിനക്ക് പ്രിയമുള്ളതിനെ യാഗമർപ്പിപ്പാൻ എന്റെ ദൈവം പറയുന്നതിന്റെ പിൻപിൽ ദൈവത്തിന് വലിയ വൻ കാര്യങ്ങളാണ് നമ്മളെ കുറിച്ച് ഉദ്ദേശമുള്ളത്. അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടമാകും, വാഗ്ദത്തങ്ങൾ നഷ്ടമാകും. പ്രൈസ് ദി ലോർഡ്. ഇരുവരും ഒരുമിച്ച് നടന്നു. പോയ വഴിക്ക് മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, യാഗത്തിന് വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ യാഗത്തിലുള്ള മൃഗം, ഗ്ലോറി, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത് പലതും തരുവാൻ, നമ്മളെ തന്ന് തൃപ്തനാക്കുവാൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. നീ എന്തിനു വേണ്ടി പോകുന്നു? യാഗത്തിനു വേണ്ടി പോകുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പോകുന്നു. അനുഗ്രഹമില്ലയോ? മകന്റെ നോട്ടത്തിൽ യാഗമൃഗമില്ല, അപ്പന്റെ നോട്ടത്തിൽ യാഗമൃഗമല്ല യാഗം കഴിക്കേണ്ടത്, തന്റെ മകനെയാണ് യാഗം കഴിക്കേണ്ടത്. ദൈവത്തിന്റെ നോട്ടത്തിൽ, ദൈവത്തിന്റെ ചിന്തയിൽ, അബ്രഹാമിന്റെ ചിന്തയല്ല, ഇസഹാക്കിന്റെയും ചിന്തയല്ല. ഇന്ന് പകൽ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മളെ കുറിച്ച്, നമ്മളോടുള്ള കുടുംബത്തെ കുറിച്ച്, നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വലിയ വിചാരങ്ങളാണുള്ളത്. യഹോവയിലേ, യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ എന്റെ കണ്ണുകൾ ഈറനണിയും. എന്റെ ദൈവവും അബ്രഹാവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ടതയൊക്കെ ഞാൻ അവിടെ പഠിക്കും. അവിടെ കൊണ്ട് ദൈവത്തെ ഞാൻ ത്യജിക്കുകയല്ല, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കും. കുറുവാക്യമെന്ന് വായിച്ചേ. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ, തന്റെ മകനുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ബാല്യക്കാരെ നിർത്തേണ്ടടുത്ത് നിർത്തുമ്പോൾ, യാഗത്തിലുള്ള വിറക് തന്റെ മകന്റെ ശിരസിൽ വെക്കുമ്പോൾ, തീയും കത്തിയുമായി ഒന്നിച്ച് നടക്കുമ്പോൾ, എന്റെ ദൈവത്തിന് അറിയല്ലോ അബ്രഹാം തയ്യാറെടുപ്പോട് തന്നെയാണ് പോകുന്നതെന്ന്. നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണം ദൂരവേ ഗ്രഹിപ്പാൻ കഴിവുള്ള ദൈവത്തിന് അബ്രഹാമിനെ അറിയരുതോ? യാഗപീഠം പണിതു, അപ്പനും മകനും കൂടാ. അങ്ങനെ കിടക്കുന്ന കല്ലുകളൊക്കെ മോനാ പിറകിക്കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴും വിറയ്ക്കുന്ന കൈകളാ, തുടിക്കുന്ന ഹൃദയമാ, വേദനിക്കുന്ന മനസ്സ്. അപ്പനോടൊപ്പം മോനും യാഗപീഠം പണിയുവാൻ കൂട്ടുനിന്നു. വിറകുകൾ ഓരോന്നും മോൻ എടുത്തു കൊടുക്കുമ്പോഴും അപ്പന്റെ ചിന്ത, എന്റെ മകനെ ഇതിന്റെ മേൽ കിടത്തണമല്ലോ. വാത്സല്യ ദൈവമക്കളെ, ഓളങ്ങളും തിരമാലകളും അതിശക്തിയോടടിച്ച് പലവിധ ചോദ്യചിഹ്നങ്ങൾ, പലവിധമായ ക്ലേശങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ എപ്പോൾ യാഗപീഠത്തിന്റെ പണി പൂർത്തീകരിച്ച് സ്വന്തം മകന്റെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ വെച്ച് അവനെ വെട്ടുവാൻ കത്തിയെടുത്തോങ്ങിയപ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിന്റെ കൈക്ക് തട്ടി. നമ്മളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ
ദൈവം നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ അവിടം വരെ എത്താതെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ല. ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, കർത്തൃദാസന്മാർക്ക് വേണ്ടി സ്തോത്ര കാഴ്ച എല്ലാ വിധത്തിലും മാന്യമായി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ലെങ്കിൽ ഇന്ന് പകൽ ആ യാഗപീഠത്തിന്റെ അരികിലേക്ക് അടുത്ത് ചെല്ല്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പദം എന്താണ്? നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എപ്പോൾ അറിയുന്നു? ആ ചോദ്യമാണ് ഇന്ന് പകൽ നമ്മളോട് ചോദിക്കുന്നത് ദൈവം. നീ എന്നെ അറിയുന്നുണ്ടോ? നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവരല്ല പറയേണ്ടത്. നമ്മുടെ ദൈവം പറയണം നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ദൈവത്തെ ഭയപ്പെടണോ വേണ്ടായോ? 2 ശമൂവേൽ 6:9. സ്തോത്രം. അന്ന് ആ പദം കൂടെ ചേർക്ക്. സ്തോത്രം. ദാവീദ് യഹോവയെ ഭയപ്പെടുന്ന അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല്ലിയെ പേടിയാ, പാറ്റായെ പേടിയാ, എന്ന് വേണ്ട ഉറുമ്പിനെ പേടിയാ, സകലതിനെ പേടിയാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ ഭയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഭയമുണ്ടോ? ഒരിക്കലേ 4-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മകൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവന്റെ അധ്യാപകൻ അവനോട് പറഞ്ഞു വിട്ടു, കുഞ്ഞെ നീ നിന്റെ പപ്പായോട് പറയണം നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ. അങ്ങനെ പപ്പായും കൂട്ടി വീട്ടിൽ വന്ന് പറഞ്ഞു. അമ്മയ്ക്കും വലിയ ഇഷ്ടമായി, മമ്മിക്കും പപ്പായ്ക്കും ഇഷ്ടമായി. ടീച്ചർ പറഞ്ഞതല്ലേ. അങ്ങനെ പിറ്റേ ദിവസം പപ്പായെ കൂട്ടി മോനെ വിട്ടു. സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപകര്, ക്ലാസ് ടീച്ചർ പയ്യന്റെ പപ്പായെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മോനോട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അവൻ എത്ര പറഞ്ഞാലും അവൻ ഇലക്ട്രിക് കുറ്റി എന്നേ പറയത്തുള്ളൂ, ഇലക്ട്രിസിറ്റി എന്ന് പറയത്തില്ല. അത് പക്ഷേ അവനോട് ഒന്നുകൂടെ ഒന്ന് ശിക്ഷിച്ച്, നിങ്ങൾ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. ഉടനെ അപ്പം പറഞ്ഞു, എന്നാ പക്ഷേ അവൻ കുഴപ്പമില്ല, അവന് അത് പറയാനുള്ള കപ്പാക്കുറ്റിയുള്ളെന്ന് പറഞ്ഞു. മനസ്സിലായോ? മോനോട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കുറ്റി എന്ന് പറയും. അപ്പനോട് പറഞ്ഞു കൊടുത്തു. അപ്പൻ ടീച്ചറോട് പറയുകയാണ് അവൻ അത് പറയാനുള്ള കപ്പാക്കുറ്റിയേ ഉള്ളൂ. ഏണ്ടൊക്കെ ടീച്ചർക്ക് പിടികിട്ടി. വീട്ടില് മമ്മി കാത്തിരിക്കുക പപ്പായോട്. ടീച്ചർ എന്നോ മോനെ പറ്റി പറഞ്ഞത് കേൾക്കാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എന്നാ പറഞ്ഞു ടീച്ചർ? വളരെ ആവേശത്തോട് ചോദിച്ചു. എടി അത് ഇന്നതാണ് വിഷയം. ഉടനെ ചോദിക്കുക, നിങ്ങൾ വന്ന വഴിക്ക് ആരോടേലും പറഞ്ഞോ? ഇല്ല, ആരോടും പറയില്ലേ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറഞ്ഞ് പബ്ലിക് കുറ്റിയാക്കരുതെന്ന്. അന്നേരം വീട്ടിൽ പഠിക്കുന്നതാണ് ഇതെല്ലാം. വീട്ടില് നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടാൽ നമ്മുടെ തലമുറ ദൈവത്തെ ഭയപ്പെടും. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെടണം. എന്തവാ? പെട്ടകത്തിന്റെ മുമ്പിൽ അബീനാദാബിന്റെ വീട്ടിൽ നിന്നും പെട്ടകം കൊണ്ടുവന്നു. കാള വിരണ്ടു, വലിയ പ്രതികൂലങ്ങൾ നേരിട്ടു, പ്രശ്നങ്ങളായി, ഭയപ്പെട്ടു പോയി ദാവീദ്. ആ പെട്ടകം ഓബേദോവിന്റെ ഭവനത്തിൽ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഭവനത്തിൽ, ആ ഭവനം, ആ പെട്ടകം വെക്കാൻ അവസരം കൊടുത്തു. തിരുവചനം പറയുന്നു, ആ പെട്ടകം മുഖാന്തരം ഓബേദോവിനെയും അവന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. ഒരു ഭയം നമുക്കുണ്ടോ എന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെടാനുള്ളതിന്റെ കാരണം എന്തുവാ? ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഭയപ്പെട്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം കൂടെ. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായ ശിക്ഷ അനുവദിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചപ്പോൾ അതിൽ ഒരു കള്ളൻ എന്റെ യേശുവിനെ പരിഹസിച്ചു. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ നീയും ഞങ്ങളെയും കൂടി ക്രൂശെന്നൊന്ന് ഇറക്ക്. പരിഹാസം. ഇന്നും നമ്മുടെ ഇടയിലൊക്കെ പരിഹാസങ്ങളുണ്ട്. നമ്മുടെ അനുഗ്രഹത്തെ ഇത് തടയും. വിശ്വാസജീവികളുടെ അനുഗ്രഹത്തെ
തടയുന്നത് ഗോപാലകൃഷ്ണൻ അയക്കുന്ന ക്ഷുദ്രങ്ങളൊന്നുമല്ല, നമ്മുടെ പ്രവൃത്തി തന്നെയാണ് കൂടുതലും തടയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഒരുവൻ യേശുവിനെ പരിഹസിക്കുമ്പോൾ മറ്റൊരുത്തൻ അവനെ ശാസിക്കുകയാണ്. എന്നിട്ട് താൻ തന്നെ യേശുവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. സ്തോത്രം. ഓർത്തായിരുന്നോ? ഓർത്തോ? ആരെയാ ഓർത്തത്? പരിഹസിച്ചോനെയാണോ ഓർത്തത്? സമർപ്പിച്ചോനെയാണോ ഓർത്തത്? രണ്ടുപേരും സമശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവരാ. വലത്തെ കള്ളനോ ഇടത്തെ കള്ളനോ ബൈബിള് പറയുന്നില്ല. രണ്ടുപേരും സമശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടു. രണ്ടുപേരും തെറ്റ് ചെയ്തവരാ. അതിനകത്ത് നല്ല കള്ളനുമില്ല, അഴുക്ക് കള്ളനുമില്ല. രണ്ടുപേരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടിവരാ. പക്ഷേ സമർപ്പിച്ച കള്ളനെ സ്വർഗം തന്നോടുകൂടെ പർദീസയിൽ പന്തിക്കിരുത്തി. നമ്മളിൽ എത്ര പേർക്ക് സമർപ്പണമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഏറ്റവും ഭയമുള്ളത് യേശുവിനെ അല്ല. സ്തോത്രം. പിന്നെ ആരെയാ ഭയമുള്ളത്? നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ആരെയാ ഭയപ്പെടേണ്ടത്? എന്തോ സ്തോത്രം. ഭയങ്കര ഭയമാ. തെക്കൂന്നൊരു കാറ്റടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അഴിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ തെക്കൂന്നുള്ള കാറ്റ് കാണുമ്പോൾ പിന്നെ പെരയ്ക്കകത്തൊന്ന് പുറത്തിറങ്ങുന്നത്. കാലും അടക്കി അടിക്കാനുള്ള കൃപയാ ദൈവമക്കൾക്ക് തന്നേക്കുന്നത്. അതിന് അഭിഷേകത്തിന്റെ ശക്തി ആവശ്യമാ. യേശുവിന്റെ നാമത്തിൽ എന്റെ കൂടാരത്തെ വെല്ലുവിളിക്കുന്ന സകല ദേശത്തിന്റെ പോരുകളെയും ശാസിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. വരികയും പോവുകയും ചെയ്യും. അത് അതുവഴി പൊക്കോട്ട്, നമുക്കത് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പദം, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എന്തോ പ്രൈസ് ദി ലോർഡ് അറിഞ്ഞേച്ചേ പോകാവൂ. എന്തിനാണ് ദൈവം അത് പറഞ്ഞത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തിന് അറിയത്തില്ലായിരുന്നു, പിന്നീട് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴും എൻ്റെ ദൈവത്തിന് അറിയത്തില്ലേ? അവസാന നിമിഷത്തിൽ സ്വർഗം നമ്മൾ ചെയ്ത് തീർപ്പാനുള്ളത്. ദൈവം പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്ത് തീർക്കാൻ തുടങ്ങിക്കൂ. ഇപ്പൊ അനുഗ്രഹം വരും, ഇപ്പോൾ അതല്ല നമുക്ക് വിഷയം. നമ്മളോട് എന്തോ പറഞ്ഞ് അത് ചെയ്ത് തീർക്ക്, അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം ഒരുക്കി തന്ന കർത്തൃദാസനും നന്ദി. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവസഭയുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.